നമസ്കാരം, സാർജിയാണ്. നമ്മൾ രാവിലെ പണിക്ക് അടുത്ത മഴ വന്നിരിക്കാണ്. ഇപ്പൊ ശ്രുതിന്റെ നടുവൊക്കെ തളത്തിട്ടാണ് എനിക്ക് ഓയിൽമെന്റ് ഇട്ടിരുന്നു. എന്റെ നടുവേനക്ക് ഞാൻ ഓൾറെഡി അവിടെ നിന്ന് തളർന്നാ വന്നത്. ഇനി ഇവിടുത്തെ എടുത്തെടുക്കണ്ട ഗൈസ്. ശ്രുതി ഓൾറെഡി ഒരു ആയുർവേദ പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ് ആണ്. എന്നിട്ട് ഒരു ശ്രുതിക്ക് എന്റെ നടു തളത്തിടാൻ വയ്യ. ഓ വിയർപ്പിന് ഞാൻ എന്ത് പറ്റും? പിന്നെ വിയർപ്പല്ല, മറ്റേ DFO ജെല്ലിന്റെ സ്മെല്ല് ഞാൻ എന്ത് പറ്റും? അല്ലെങ്കിലും അതിൽ നിന്നാണ് DFO ജെല്ലൊക്കെ ഉണ്ടാക്കണമെന്ന് കേട്ടത്. അപ്പൊ ഗൈസ്, വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളൊന്നും രണ്ടാമത് ഫോളോ സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഞായറാഴ്ച നമ്മൾ യൂട്യൂബ് ലൈവ് തന്നെയായിരിക്കും രാത്രി 8 മണിക്ക്. ലിങ്ക് ഞായറാഴ്ച രാവിലെ തന്നെ നമ്മുടെ രണ്ടാളുടെയും ഇൻസ്റ്റയുടെ സ്റ്റോറിയിൽ ഇട്ടേക്കാം അല്ലെ ശ്രുതി? ഇവിടുത്തെ മലയുടെയും തീർന്നു ഗൈസ്. നമ്മുടെ ശ്രുതി എന്തായി തീർന്നില്ല എവിടെ? ഇവിടുത്തെ എവിടെ? ഇനി പോയിട്ട് ശ്രുതിക്ക് ഭക്ഷണം വല്ലതും കഴിക്കണം. ശ്രുതിക്ക് നല്ല വിശപ്പാണെന്ന് പറയുന്നത് കാര്യമാണ്. വിശപ്പ് നന്നായിട്ടുണ്ടോ തേങ്ങ? നിഷുവിന് നല്ല വിശപ്പാണ്. ആ അവസ്ഥയാണ്. നിഷുവിന് ഇപ്പൊ നല്ല വിശപ്പാണ്. എന്താ നമുക്ക് പോയിട്ട് ചിക്കൻ കറി കിട്ടണം. അപ്പൊ എന്തെങ്കിലും കഴിക്കാം അല്ലേ? ശ്രുതി ചെണ്ടോട്ടി കളിക്കാൻ ആഗ്രഹം ഒരു കൊട്ടുകാരി ആവണമെന്ന്. ആവാൻ പറ്റിയില്ല. അതിന് ക്ഷീണം മാറ്റി വരും. എന്നാ പഠിച്ച വശം കുട്ടി വേണ്ടേ? അടി കിട്ടിയപ്പോ നിർത്തിയതാ. കെണ്ടൊക്കെ അടി കിട്ടുവരുത്. കൊട്ട് ശരിയാവാതെ കഴിക്കുമ്പോ ഇടത് കൈ വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്റെ പ്രശ്നം തന്നെയാണ്, ഇടത് കൈ വരുന്നില്ല. കൈസ്, എനിക്ക് മുന്നേ കൈയും കാലും കഴിവായിരുന്ന ഒരു വ്യക്തി. എന്താ യാർജ് ഇന്ന് വല്ല നടക്കും? ഞാൻ കൈകാര്യം തിന്നുമല്ല, അതെനിക്ക് മനസ്സിലായി. ഇത് എത്ര നേരം കൊണ്ട് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയത്? ഒരച്ച് തേപ്പോട്ടിയെക്കാട്ടും കഷ്ടമാണ് തേക്കല്. കിച്ചു വൃത്തിക്ക് പ്ലേറ്റ് നക്കി തുടച്ചിട്ട് പോയിക്കണം. പാവം നല്ല വിഷമുണ്ടായിരുന്നു.